കേരളം കണ്ട ഏറ്റവും ശക്തമായ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ കഴിഞ്ഞത്. പിണറായി വിജയന്റെ രണ്ടാം ഭരണകാലത്ത് നടക്കുന്ന അഞ്ചാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ തൃക്കാക്കരയിലോ പുതുപ്പള്ളിയിലോ പാലക്കാടോ ചേലക്കരയിലോ ഇല്ലാത്ത ഒരു ആവേശമാണ് നിലമ്പൂരിൽ കണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു മുന്നോടിയായിട്ടുള്ള ഒരു കേളികൊട്ട് തന്നെയാണ് എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഒരു സെമി ഫൈനൽ തന്നെയാണ് നിലമ്പൂരിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ UDF ഏതാണ്ട് 2026 ഭരണത്തോടടുത്തു വരുന്നു എന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പോളിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉണ്ടായത് രസകരമായ കാര്യങ്ങളാണ്. അവിടെ പോളിംഗ് സ്റ്റേഷനിൽ വെച്ച് സ്ഥാനാർത്ഥികൾ പരസ്പരം കാണുന്നു, കെട്ടിപ്പിടിക്കുന്നു. ആര്യാടൻ ഷൗക്കത്ത് അൻവറിനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിക്കാൻ ചെന്നപ്പോൾ തട്ടിമാറ്റുന്നു, അതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ ശശി തരൂരിൻ്റെ ഒരു വെടിപൊട്ടിക്കൽ കോൺഗ്രസിനകത്ത്, തന്നെ ആരും അങ്ങോട്ടേക്ക് ക്ഷണിച്ചില്ല, ഒരു മിസ്ഡ് കോൾ പോലും തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അത് കല്യാണ വീടൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു മറുപടിയും കൊടുത്തു. നമ്മുടെ സണ്ണി ജോസഫ് വളരെ സംയമനത്തോടു കൂടിയുള്ള മറുപടിയാണ് കൊടുത്തത്. അതായത് 40 താരപ്രചാരകരെ അവിടെ ലിസ്റ്റിട്ടിരുന്നു. അതിൽ 8ാമനാണ് ഡോക്ടർ ശശി തരൂര്. ശശി തരൂര് പറഞ്ഞു 8ാമനോ 1ാമനോ 7ാമനോ അതൊന്നുമല്ല, എവിടെ എത്തണം എന്ന് വരണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ചർച്ച ചെയ്തിട്ടില്ല, തന്നെ ആരും ഒന്നും വിളിച്ചിട്ട് പോലുമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യം, ഇതിന് തലേ ദിവസം പോളിംഗ് സ്റ്റേഷനിൽ വോട്ടർമാർ പോകുന്നതിൻ്റെ തലേ ദിവസം MV ഗോവിന്ദൻ നടത്തിയ CPM RSS ബാന്ധവം തന്നെ വലിയ ചർച്ച ചെയ്തു. ഇതൊക്കെ മുസ്ലിം വോട്ടുകളിൽ വലിയൊരു ചലനമുണ്ടാക്കി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതിനോടൊപ്പം തന്നെ പോളിംഗ് സ്റ്റേഷനിൽ ജനം വോട്ട് ചെയ്യാൻ പോകുന്ന അവസരത്തിലാണ് തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ മന്ത്രി ശിവൻകുട്ടി അവിടുത്തെ ഒരു ചടങ്ങ് ബഹിഷ്കരിച്ചു കൊണ്ടിറങ്ങുന്നത്, ഭാരതാംബയെ ചോദ്യം ചെയ്തുകൊണ്ടിറങ്ങി വരുന്നത്. അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളാണ് അവിടെ നടന്നത്. ആ അവസരത്തിലാണ് പോളിംഗ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ UDF എന്തായാലും വലിയ ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ്. ഒരു 50% വോട്ട് പിടിക്കും എന്നവര് വളരെ തൻ്റെ ഇടത്തോടു കൂടി തന്നെ അവകാശപ്പെടുകയാണ്. കാരണം അത്തരത്തിലുള്ള ഒരു ഉറച്ച പ്രവർത്തന രീതിയാണ് അവിടെ നടന്നത്. ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നപ്പോൾ തന്നെ ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി അടുത്ത ദിവസം മുതൽ തന്നെ ആ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം അവിടെ നിന്ന് വണ്ടി കയറി കോഴിക്കോട്ടേക്ക് പോയത്. മണ്ഡലത്തിൽ സജീവമായിരുന്നു. കോൺഗ്രസിനായാലും മുസ്ലിം ലീഗിനായാലും ഒരുപോലെ സ്വാധീനമുള്ള മണ്ഡലമാണ് നിലമ്പൂർ. ഒരുപക്ഷെ മുസ്ലിം ലീഗിന് വേണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് വിലപേശി ആ മണ്ഡലം ഭാവിയിൽ വാങ്ങാം. അതിന് തക്കതായ തരത്തിലുള്ള ഹോൾഡ് അവിടെ ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ ലീഗ് എന്തായാലും ശക്തമായി പ്രവർത്തിച്ചു എന്ന് കോൺഗ്രസ് തന്നെ പറയുന്നുണ്ട്. സാധാരണ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ വിജയത്തിന്റെ പേരിൽ കോൺഗ്രസും ലീഗും തമ്മിൽ ഒരു വാദപ്രതിവാദമൊക്കെ നടക്കാറുണ്ട്. ഇവിടെ അതൊന്നും ഉണ്ടായില്ല. കോൺഗ്രസ്സുകാർ തന്നെ, കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ തന്നെ പറയുന്നുണ്ട്, ലീഗാണ് അവിടെ പ്രവർത്തിച്ചത് മുഴുവൻ. ഈ ഷൗക്കത്തിന്റെ വിജയം ഉണ്ടായാൽ ലീഗിന് കൊടുക്കണം അതിന്റെ ഫുൾ ക്രെഡിറ്റ് എന്നാണ് പറയുന്നത്. കുഞ്ഞാലിക്കുട്ടി അവിടെ UDF-നകത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കുന്നതിൽ കുഞ്ഞാലിക്കുട്ടിയും മുസ്ലിം ലീഗും ഒന്നും തന്നെ യാതൊരു ഒച്ചയും ബഹളവും ഇല്ലാതെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് പ്രവർത്തിക്കുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ ഏതാണ്ട് 1000-ലധികം ജനകീയ പ്രശ്നങ്ങൾ അവിടെ പരിഹരിച്ചു എന്നും പറയുന്നുണ്ട്. ഇതിനെല്ലാം കുഞ്ഞാലിക്കുട്ടി നേതൃത്വം നൽകി എന്നുള്ളതാണ്. അങ്ങനെ ഒരു ക്യാമ്പയിൻ മാനേജറായിട്ടാണ് കുഞ്ഞാലിക്കുട്ടി അവിടെ പ്രവർത്തിച്ചത്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്.
എന്നാലും കേരളത്തിലെ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകരൊക്കെ തന്നെ അവർക്ക് കൊടുത്ത ഷെഡ്യൂൾ അനുസരിച്ച് മാറിയും തിരിഞ്ഞും ഒക്കെ മണ്ഡലത്തിൽ സജീവമായിരുന്നു. യുവനിരയൊക്കെ തന്നെ ഷാഫി പറമ്പിലായാലും മാങ്കൂട്ടത്തിലായാലും ചാണ്ടി ഉമ്മനും ഒക്കെ തന്നെ അഹോരാത്രം പകൽ അധ്വാനിക്കുകയായിരുന്നു. കാരണം കേരളത്തിൽ 2026 ഒരു UDF തരംഗം ഉണ്ടാക്കുന്നതിന് വേണ്ടി കോൺഗ്രസ്സുകാർ നടത്തിയ ഒരു വലിയ ഒരു യജ്ഞമാണ് നിലമ്പൂരിൽ പൂർത്തിയായത്. അതിൻ്റെ ഫലത്തിന് വേണ്ടിയാണ് ഇപ്പോൾ കേരളം മുഴുവൻ കാത്തിരിക്കുന്നത്. ഇതിനിടയ്ക്കാണ് അൻവർ തുടക്ക സമയത്തുള്ളതിനേക്കാൾ അതിശക്തമായിട്ട് മാറാൻ തുടങ്ങി. തുടക്കത്തിൽ എല്ലാവരും പറഞ്ഞു 1000 വോട്ട് 2000 വോട്ടെന്നൊക്കെ. പിന്നീട് ജനം മാറാൻ തുടങ്ങി. അൻവർ പലയിടങ്ങളിലും വലിയ സ്വാധീനം ഉറപ്പിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് വഴിക്കടവും ചുങ്കത്തറയും ഒക്കെ തന്നെ അൻവറിന് വലിയ ഹോൾഡ് ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെ അവിടേക്കൊക്കെ കയറി വന്നു കഴിഞ്ഞപ്പോൾ അൻവർ വലിയ ഒരു സ്വാധീനമാണ് ഉണ്ടാക്കിയെടുത്തത്. ആ സ്വാധീനത്തിൽ വന്നപ്പോൾ തെരഞ്ഞെടുപ്പില് UDF കൂടുതൽ ആവേശം ഉണ്ടാക്കിയെടുത്തു. UDF കൂടുതൽ വളരെ ഉറച്ച ഒരു ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ നിന്നെങ്കിൽ മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അൻവറിനെ കൂടെ കൂട്ടാതെയും നിർത്തി. കാരണം അൻവറിനെ കൂടെ കൂട്ടി നിർത്തിക്കഴിഞ്ഞാൽ വിലപേശൽ ഉണ്ടാകും. അൻവർ പാലക്കാടും ചേലക്കരയും വിലപേശിയതാണ്. വേണമെങ്കിൽ തൻ്റെ സ്ഥാനാർത്ഥിയെ പിന്താങ്ങൂ UDF എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് അൻവറിനെ കൂടെ കൂട്ടിയാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് വരുന്നത്, അതുവരെ കൊളമാക്കും എന്ന് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കി. കോൺഗ്രസ് ആയാലും UDF എല്ലാം തന്നെ. അതുകൊണ്ട് ഈ അൻവറിനെ അകറ്റി നിർത്തി. ഭരണവിരുദ്ധ വികാരം ഉള്ളത് കൊണ്ട് ആ വോട്ടും അൻവറിനും കൂടെയും കിട്ടും, UDFനും കിട്ടും. എന്തായാലും അൻവർ പിടിക്കുന്ന വോട്ടിന്റെ കാര്യത്തിനകത്ത് ഇരു മുന്നണികൾക്കും ആശങ്കയുണ്ടെന്നുള്ളതാണ്. പക്ഷെ എന്തോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവിടുത്തെ സാറ്റലൈറ്റ് ചാനലുകൾ ഉൾപ്പെടെ സർവേ ഫലം നടത്തുന്നതാണ്. സർവേ നടത്തും, എന്നിട്ടൊരു ഫലം പുറത്തു വിടും. ഇക്കുറി അത് നിലമ്പൂരിന്റെ കാര്യത്തിൽ കണ്ടില്ല. എന്തേ കാണാഞ്ഞത്? അത് CPMന് തകർച്ച സംഭവിക്കും, CPMന്റെ പരാജയത്തെക്കുറിച്ച് പറയേണ്ടി വരും, അതിന് CPMനെ വേദനിപ്പിക്കണ്ട എന്ന് കരുതിക്കൊണ്ട് ചാനലുകൾ പിന്മാറിയതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും UDF കേന്ദ്രങ്ങളിലായാലും രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് ഏതാണ്ടൊരു 15,000 വോട്ട് മുതൽ 20,000 വോട്ടിനകത്ത് വരെ ഷൗക്കത്ത് നേടിയിരിക്കും, UDF ഭൂരിപക്ഷം നേടിയിരിക്കും എന്നാണ് പറയുന്നത്. LDF ക്യാമ്പിലും ഇപ്പോൾ വലിയ ഒരു ആശങ്കയിലാണ് നിൽക്കുന്നത്. വിജയം LDFന് ഉണ്ടാകില്ല എന്ന് അവർ തന്നെ തീർച്ചപ്പെടുത്തുന്നുണ്ട്. UDF ആണ് വിജയത്തിലേക്ക് പോവുക എന്നുമാണ് അവർ കണക്ക് കൂട്ടുന്നത്. എന്തായാലും UDF കേന്ദ്രങ്ങളിൽ ഒരു പതിവിലും വിപരീതമായിട്ടുള്ള ഉന്മേഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇത് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ തന്നെ ഒന്നുകൂടി ക്യാമ്പ് ഉണരുകയും അവർ 2026 ജൈത്രയാത്രയുടെ ഒരു തുടക്കം നിലമ്പൂരിൽ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യും. അതിലേക്കായിരിക്കും കാര്യങ്ങൾ മാറാൻ പോകുന്നത്. അതിന് ലീഗിനും വലിയ നിർണായക പങ്കുണ്ടാകും. കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം 2026 അധികാരത്തിൽ വരണം. അധികാരത്തിൽ വന്നില്ലെങ്കിൽ ലീഗിന് അതിൻ്റെതായ പ്രശ്നങ്ങൾ നേരിടും. ലീഗിന് മറുഭാഗത്തേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് നിലമ്പൂർ എന്തായാലും വലിയൊരു പാഠം നൽകുന്നുണ്ട്.